ഇതിനപ്പം മുൻപ് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയാണ് ഇനി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പുതിയ പാർട്ടി രൂപീകരിച്ച് PV അൻവർ MLA. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നാണ് പാർട്ടിയുടെ പേര്. പ്രഖ്യാപനം നാളെ മഞ്ചേരിയിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. വിപിൻ, ഈ പാർട്ടിയുടെ പേരിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. DMK-യുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന പാർട്ടി പേര് ഒന്ന് ചുരുക്കി വായിച്ചാൽ അതും DMK തന്നെയാണ്. അപ്പോൾ വന്നു നിന്നാൽ അത് ഇന്ത്യ മുന്നണിയിൽ CPM-നൊപ്പവും കോൺഗ്രസിനൊപ്പവും ഒക്കെ തന്നെയുമാണ്. എന്താണ് ഈ പാർട്ടിയുടെ സ്വഭാവം, അല്ലെങ്കിൽ ഈ പേര്? ഇനി മഞ്ചേരിയിൽ ഇനി എന്തൊക്കെ സസ്പെൻസാണ് ബാക്കി വെക്കുന്നത് അൻവർ? അതെ ഗോകുൽ, ഇതിപ്പോൾ അൻവറിന്റെ DMK എന്നത് ഏറ്റവും ചുരുക്കി പറയാം. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതൊരു സസ്പെൻസ് ആയിരുന്നു. നാളെ പൊതുസമ്മേളനത്തിൽ അത് പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് ഇതിനോടകം തന്നെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ പക്ഷേ ഇന്ന് രാത്രിയോടുകൂടി തന്നെ പേര് പുറത്തേക്ക് വരികയാണ്. അത് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നുള്ളതാണ്. ഈ പാർട്ടി പ്രഖ്യാപിക്കുന്നത് തന്നെ വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു. ഒരു പാർട്ടി രൂപീകരിക്കുന്നു എന്നുള്ള വിവരം തന്നെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് PV അൻവർ പുറത്തേക്ക് പറയുന്നത്. ഇപ്പോഴിതാ മറ്റൊരു നീക്കം ഇന്ന് നടത്തിയത് DMK നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നു. അതും ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ചെന്നൈയിലേക്ക് എത്തുന്നു, ഈ കൂടിക്കാഴ്ച നടത്തുന്നു. ഇപ്പോൾ DMK-യുടെ ഒരു സഖ്യകക്ഷിയാക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരമുള്ളത്. അത് കേരളത്തിൽ ഒരു സഖ്യകക്ഷിയായി നിൽക്കണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനോടൊക്കെ DMK ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പോൾ നാളത്തോടു കൂടി തന്നെ ഒരു പക്ഷേ അറിയാൻ കഴിയും. കാരണം ഈ നടക്കുന്ന പൊതുസമ്മേളനം ഒക്കെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഒരാളെ ഇങ്ങോട്ടേക്ക് അയക്കണം എന്നുള്ളൊരു ആവശ്യം കൂടിയൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു തീരുമാനമാണോ തിരിച്ച് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതും അറിയേണ്ടതാണ്. ഇന്നിപ്പോൾ ഒരു ഉച്ചയോടുകൂടി തന്നെ PV അൻവറിനെ ഷാൾ അണിയിച്ചുകൊണ്ട് അവിടുത്തെ സംസ്ഥാന നേതാക്കൾ സ്വീകരിക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തേക്ക് വരികയായിരുന്നു. ഒപ്പം തന്നെ ഇന്നലെ PV അൻവറിന്റെ മകൻ റിസ്വാൻ ചെന്നൈയിലേക്ക് എത്തുകയും മന്ത്രിയും ഒപ്പം തന്നെ MK സ്റ്റാലിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുമായിട്ടുള്ള സെന്തിൽ ബാലാജിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ DMK-യുടെ ഒരു ഭാഗമാവുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ ലക്ഷ്യമിടുന്നത്. കാരണം കേരളത്തിലെ എല്ലാ നേതാക്കളുമായിട്ട് ഒരു നെക്സസ് ഉണ്ട് എന്നുള്ളതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ PV അൻവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകാതെ തമിഴ്നാട്ടിലേക്ക് എത്തുന്നു, അവിടുത്തെ ഒരു DMK-യുടെ ഭാഗമാകുന്നു, അങ്ങനെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാവുക എന്നുള്ളതൊക്കെ രാഷ്ട്രീയ നീക്കമാണ്. ഒപ്പം എത്രത്തോളം ഒരു പിന്തുണ രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത ഇനിയും വരണം. കാരണം 1 ലക്ഷത്തോളം ആളുകൾ നാളെ പങ്കെടുക്കുമെന്നാണ് പറയുന്നത്. അതിൽ എത്രത്തോളം പിന്തുണ മറ്റു പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഒക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ കൂടിയാണ് ഇനി അറിയാനുള്ളത്. അങ്ങനെ വലിയൊരു പൊതുസമ്മേളനം ഒരു ശക്തി പ്രകടനമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ PV അൻവർ കേന്ദ്രങ്ങൾ പറയുന്നത്. അദ്ദേഹം നാളെ രാവിലെയോടുകൂടി ചെന്നൈയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് എത്തും. നാളെ രാവിലെ 8:30 വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ വ്യക്തത ഈ കാര്യങ്ങൾക്കൊക്കെ വരുമെന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ PV അൻവറിന്റെ ഒരു പാർട്ടിക്ക് ഒരു പേരായിരിക്കുന്നു. അത് നാളത്തെ പൊതുസമ്മേളനത്തിൽ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ നിമിഷത്തെ വാർത്ത. ഗൂഗിൾ. ശരി, വിപിൻ സി വിജയനാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ പിണങ്ങി മാറിയിരിക്കുകയാണ്. അതിനുശേഷം അല്ലെങ്കിൽ CPM സ്വതന്ത്രം എന്നൊക്കെ മാറി ഇപ്പോൾ DMK-യിലേക്ക് എത്തുന്നു. ഇവിടെ ഇടുന്ന പാർട്ടിയുടെ പേരും DMK, ചുരുക്കി പറഞ്ഞാൽ DMK എന്ന് വരും.